ഓ ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ആചാര്യപാദങ്ങളിൽ പ്രണാമം. എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും എൻ്റെ സുഹൃത്തുക്കളും വിനീത നമസ്കാരം. പരബ്രഹ്മ സ്വരൂപനായ നാരായണ ഗുരുവിൻ്റെ അമൃതവാണികളെയും തത്വശാസ്ത്രത്തെയും ഔപനിഷിതപരമായുള്ള ചിന്താധാരയാണ് വേദാന്ത വിശ്വവിദ്യാലയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ 7000 വർഷം പഴക്കമുള്ള വിശുദ്ധാരതന്ത്രത്തിലെ 11ാമത്തെ മന്ത്രമാണ് ഞാൻ സ്വരിച്ചത്. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ന ഗുരോരധികം തത്വം, ഈ ഗുരുവിനേക്കാൾ ശ്രേയസ്കരമായ ഒരു തത്വമില്ല. ഗുരുവിനേക്കാൾ ശ്രേയസ്കരമായ ഒരു തപസ്സില്ല. തത്വജ്ഞാനാത് പരം നാസ്തി, ഈ തത്വജ്ഞാനാത് പരം നാസ്തി, ഈ തത്വത്തെക്കാൾ പരമമായ ഒരു തത്വവുമില്ല. ഇത്രയും ജ്ഞാനസമ്പന്നനായ ഒരു ഗുരുവിനായിക്കൊണ്ട്, അപ്രകാരമുള്ള ഒരു ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഇതിൻ്റെ സാമാന്യേനയുള്ള അർത്ഥതലം. പക്ഷെ ഇതിനും അതീതമായ ഒരു അർത്ഥതലം ഉണ്ട് എന്ന് ഔപനിഷികപരമായി ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടണമെന്ന് ആത്മോപദേശത്തിൽ നാരായണ ഗുരു മന്ത്രിക്കുകയും ആ ഗുരുവിൻ്റെ അമൃതവാണികളെ ശരിക്കും വിചിന്തനം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് അന്യമല്ലാത്ത ഗുരുവിനെ നമ്മൾ പ്രോജ്വലിക്കുന്ന തത്വമായി, ഈ തത്വത്തെ അംഗീകരിക്കാത്തവൻ ഒരിക്കലും ഗുരുവിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ തത്വം എവിടുന്നാണെന്ന് ചോദിച്ചാൽ നാം ശരീരമല്ല അറിവാകുന്നു എന്ന് അരുളി ചെയ്ത ഗുരു, ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും ഇൻഫിനിറ്റ്. അപ്പൊ അത് കൂടുതൽ പുറകിലേക്ക് നമ്മൾ പോകും. മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും, എന്നുവെച്ചാൽ ഈ ശരീരം ഇല്ലാതെ പോയാലും അറിവായ നാം ഉണ്ടായിരിക്കും എന്ന് അരുളിയ ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ഇന്ന് ജീവിച്ചിരുന്നതിൽ ഏറ്റവും പ്രമുഖനായിരുന്നു നടരാജഗുരു. നടരാജഗുരുവിൻ്റെ ആ ഗുരു പരമ്പരയിൽ ഏറ്റവും ഇന്ന് നമ്മളെല്ലാം കണ്ണുകൊണ്ട് കണ്ട ഒരു ഗുരുവായിരുന്നു ഗുരു മുനി നാരായണ പ്രസാദ്. സ്വാമിയുടെ അദ്ദേഹവിയോഗം ഇന്നലെ നടന്നു. മാധ്യമങ്ങളെല്ലാം തന്നെ അന്തരിച്ചു എന്നും ഒക്കെ എഴുതിയെങ്കിലും പൊതുസമൂഹത്തിന് ഇന്നും സമാധി എന്താണെന്നോ മഹാസമാധി എന്താണെന്നോ ഒന്നും അറിവില്ലാത്ത ഒരു കാലത്താണ് നിൽക്കുന്നത്. അത് നമ്മളുടെ ഈ വീഡിയോയിൽ തന്നെ ഉള്ള കമൻറ്റുകൾ നോക്കിയാൽ അറിയാം. ഗുരുവിനെ പോലും എന്താണെന്ന് തിരിച്ചറിയാത്തൊരു സമൂഹമാണ് ഇന്നുള്ളത്. നമ്മൾക്ക് അഭ്യാസം തരുന്നവരെല്ലാം ഗുരുക്കന്മാർ തന്നെ. പക്ഷെ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾക്കറിവുള്ള എല്ലാവരും ഗുരുക്കന്മാർ എന്നാണ് നമ്മളെല്ലാവരെയും കാണുന്നത്. പക്ഷേ നമുക്ക് ഒരു അക്ഷര വിദ്യാഭ്യാസം തരുന്നവരെല്ലാം അധ്യാപകരാണ്, ഗുരുക്കന്മാരാണെങ്കിൽ കൂടെ നമ്മുടെ ആത്മചൈതന്യത്തെ, ആത്മവിദ്യയെ പ്രചോദിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഗുരു. അത് ജ്ഞാനസ്വരൂപനാണ്, നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നാരായണ ഗുരു ജ്ഞാനസ്വരൂപനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മുനി നാരായണ പ്രസാദ് ഗുരു സമാധിയായി, മഹാസമാധി തന്നെ ആയിരിക്കുന്നു. ആ സമാധി മഹാസമാധി ആയി എന്ന് പറയാൻ കാര്യം, നാരായണ ഗുരു ലോകത്തിന് ദാനമായി തന്ന എല്ലാ ജ്ഞാനവും ഔപനിഷിതികപരമായി ശരിയായ രീതിയിൽ 118ഓളം ഗ്രന്ഥങ്ങൾ സ്വയം രചിച്ചുകൊണ്ട് ആ ജ്ഞാനസൂര്യനായി മാറി. ആ അറിവായി തന്നെ മാറി. ആര്? മുനിഗുരു അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകമുള്ളത്രയും കാലം ആ അറിവ് നിലനിൽക്കും. നാരായണ ഗുരുവിൻ്റെ ആ തപസ്സിനെ കിട്ടിയ, അല്ലെങ്കിൽ നാരായണനിൽ നിന്ന് കിട്ടിയ ജ്ഞാനാമൃതങ്ങൾ
ലളിതകോമളമായി നമുക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ് മുനിഗുരു. അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ശരിക്കും എല്ലാ രീതിയിലുമുള്ള പരിചിന്തനം ചെയ്തെങ്കിലേ എത്തുവാൻ സാധിക്കും. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറയാൻ അറിവിലേക്ക് എത്തണം. അത് ഈ ഉപനിഷത്തുക്കളെ എല്ലാം തന്നെ ഗുരു വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നു. അതാണ് ബ്രഹ്മം. യഥോ വിമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി തത് പ്രയന്തി സംവിശന്തി തത് ജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി എന്നാണ് വരുണന്റെ മകൻ ആ ബ്രഹ്മത്തെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പരിചിന്തനം ചെയ്യുമ്പോൾ ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും അന്തം വിട്ടു നിൽക്കുകയാണ്. ബ്രഹ്മം നമ്മളിൽ നിന്ന് അന്യമല്ല. നമ്മളിൽ നിന്ന് അന്യമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു. ഇന്നത്തെ പലരും പറയും സാമൂഹിക ബഹിഷ്കർത്താവാണ് ഗുരു. സാമൂഹിക ബഹിഷ്കർത്താവാണോ എന്ന് ചോദിച്ചാൽ ഗുരു എതിർക്കില്ല. കാരണം ഗുരുവിന്റെ 10 ലക്ഷണങ്ങളുമുള്ള ഗുരുവിനെ എന്ത് തന്നെ പറഞ്ഞാലും ഗുരു മത്സരബുദ്ധി ഉള്ളതല്ല. ഇവരുടെ എല്ലാം അജ്ഞതയെ മാറ്റി ജ്ഞാനപ്രകാശം നൽകുവാൻ വേണ്ടി മനുഷ്യനായി ശരീരമെടുത്ത് അവതരിച്ച് ആ അവതാരം നമുക്ക് കാട്ടിത്തന്ന ഒരുപാട് തത്വങ്ങളുണ്ട്. ആ തത്വമാല വിഭൂഷണനായ ഗുരുവിനെയും ആ ന ഗുരുവരധികം തത്വം, ഈ ഗുരുവിനേക്കാൾ അപ്പുറത്തേക്കുള്ള തത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ഗുരു. ഈ ഇവിടെയുള്ള ഇന്നത്തെ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചെങ്കിലും ശാസ്ത്രത്തിനും അതീതനാണ് ഗുരു എന്ന് നമ്മൾ ശരിക്കും പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ദർശനമാലയിലൂടെയും അത് അദ്വൈത ദീപികയിലൂടെയും പിന്നെ വിശകലനം ചെയ്ത് അറിയേണ്ടത് ആത്മശതകം. ഇതിലെല്ലാം കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാ അറിവുകളും ഗുരുവിൽ നിന്ന് അന്യമല്ലാത്ത രീതിയിൽ ഗുരു തന്നെ ഇതെല്ലാം നിറച്ച് തന്നിരിക്കുന്നത്. ശാസ്ത്രത്തിനും അതീതനാണ് എന്ന് ഗുരു എന്നറിയുക. ഇത് ഞാൻ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ കമന്റിൽ ഞാൻ വായിക്കുകയുണ്ടായി. ശരിക്കും എല്ലാം ഗുരുക്കന്മാരാണ്. നമുക്കൊരു ഭൗതിക തലത്തിൽ നമുക്ക് ശരീരത്തിനോ മനസ്സിനോ ഒക്കെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇവിടുത്തെ ഭാരത സംസ്കാരത്തിലെ ഭഗവത്ഗീത അതുപോലെ തന്നെ രാമായണമൊക്കെ വായിച്ചാൽ ശരിയാവുന്നു. ശരിക്കും അത് തത്വ വിശകലനം ചെയ്ത് അത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു തത്വത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ് ഈ പ്രകൃതി തന്നെയാണ് നമുക്കുണ്ടാകുന്ന എല്ലാ ക്ഷീണങ്ങളെയും മാറ്റി തരുന്നത്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് ഗുരുവിലൂടെ നമുക്കറിയാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള ബ്രഹ്മവിദ്യ. അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നതല്ല, ഗോപ്യമായ വിദ്യയാണ്. വേദം എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ മറയെന്നാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കാത്തത്. ഇത് വലിയൊരു ഭാണ്ഡക്കെട്ടൊന്നുമല്ല. ഇത് ശരിക്കും നമ്മളിലെല്ലാമുള്ള ജ്ഞാനമാണ്, അറിവാണ് ഈ വേദം എന്ന് പറയുന്നത്. വേദമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുന്ന, അതായത് ഇത് എന്തൊക്കെയോ സംഭവമാണെന്നുള്ള ജാതി വെറി പൂണ്ട ഹൃദയമുള്ളവർക്ക് വേദത്തെ വെറുത്ത് ചിന്തിക്കുവാൻ സാധിക്കും. വേദം എന്ന് പറയുന്നത് ഒരു ഉപനിഷത്തെങ്കിലും, സാധാരണ ഒരു ഉപനിഷത്ത് എങ്കിലും, ശരിക്കും ഒരു മാണ്ഡ്യോപനിഷത്ത് 12 മന്ത്രമേ ഉള്ളൂ. അത് ഒരു നല്ലൊരു ആചാര്യനിൽ നിന്ന് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. ആചാര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അറിയുക, ശാസ്ത്രത്തിന്റെ അർത്ഥവും വിവേചിച്ചറിഞ്ഞ ശേഷം അത് സ്വയം ആചരിക്കുന്നവനാണ് ആചാര്യൻ. അല്ല വഴിയെ പോകുന്ന എല്ലാവരെയും ആചാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല സത്യം. അതിനൊക്കെ ശാസ്ത്രമുണ്ട്, എല്ലാത്തിനും ശാസ്ത്രം ഉണ്ട്. അതെല്ലാം ദൈവവാണികളാണ്. ശൂദ്രജന്മത്തെ നമ്മളെല്ലാവരും ശൂദ്രന്മാരായിട്ട് ജനിക്കുന്നത്. അറിവിലൂടെ നമ്മൾ ദുജാവസ്ഥയിലേക്ക് ദൈവം തന്നെയായി മാറുകയാണ്. അപ്പൊ ഈശ്വരൻ എന്താണെന്നും ദൈവം എന്താണെന്നും മായ എന്താണെന്നും വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാലുള്ള ഗുണവും ദോഷവും എന്താണെന്നും ഒക്കെ അറിയണമെങ്കിൽ നല്ല രീതിയിലുള്ള പഠനമുണ്ടാവണം. അതിനിന്ന് ഹൈന്ദവ സംസ്കാരത്തിൽ, ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സംസ്കാരത്തിൽ നമുക്ക് അതിനുള്ള മാർഗമുണ്ട്. നമ്മളെല്ലാവരും എത്തിപ്പെട്ടാൽ മതി. ഹിന്ദു എന്ന് പറയുന്നത് ഒരു കണ്ണടച്ച് ചിന്തിച്ചാൽ ലോകത്ത് മുഴുവൻ ഉള്ളവരും ഹിന്ദുക്കൾ തന്നെയാണ്. ഈ ജാതി കയറി ചാതുർവർണ്ണ്യം തലയിലേറി എന്നേക്കാൾ വലുതൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് നടക്കുന്നവനാണ് ശരിക്കും ഇതിനെല്ലാം അതപ്പതിച്ചു പോകുന്നത്. അതിനേറ്റവും നല്ലത് സവർണ ചിന്തയുള്ളവരുടെ ക്ഷേത്രങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക ഏറ്റവും നല്ലതാണ്. ക്ഷേത്ര ദർശനം എന്താണെന്നും ക്ഷേത്രം എന്താണെന്നും എല്ലാം നാരായണ ഗുരു വ്യക്തമാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അരുത് എന്ന് പറഞ്ഞ ആ 3 കാര്യങ്ങൾ, ആ 3 കാര്യം എടുത്ത് അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരുതാത്തതാണ് ഇന്ന് നമ്മൾ വലുതാക്കി കൊണ്ട് നടക്കുന്നത്. അതാണ് നമ്മളുടെ എല്ലാം അധപ്പതനത്തിന് കാരണമെന്ന് ചിന്തിക്കുക. നല്ല രീതിയിലുള്ള പഠനം ഉണ്ടാകട്ടെ.
നല്ല രീതിയിൽ പഠനത്തിന് താല്പര്യമുള്ളവർക്ക് വേദാന്ത വിശ്വവിദ്യാലയം ഒരാഴ്ച 16 ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ക്ലാസ്സിൽ കയറി ഒരു കോഴ്സ് പഠിച്ചിട്ട് മാറിയിരുന്ന് വിമർശിക്കുക. അല്ലെങ്കിൽ മഹാഭാരത ഭഗവത്ഗീതയൊന്നും വായിച്ചാൽ നമ്മുടെ ചിത്തം ശുദ്ധീകരിക്കപ്പെടില്ല. നമുക്ക് എന്തെങ്കിലും അത്ഭുത സിദ്ധി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ആ കിട്ടിയത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു തരാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ പറയുന്നതെല്ലാം മൂഢത്തരമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കുക. നമ്മൾ എല്ലാം ഈ പ്രകൃതിയിൽ നിന്നും അന്യമല്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഗുരുവിനെ തിരിച്ചറിയുക. ആ തിരിച്ചറിയുമ്പോൾ മാത്രമേ എവിടെയാണ് ദൈവം, നമ്മുടെ പൂർവ്വികർ ഈ ദൈവത്തെ കണ്ടിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് ശരിക്കും ഉള്ള നോളജ്, അറിവ്. ആ അറിവിലൂടെ നമുക്ക് ശുദ്ധീകരിക്കപ്പെടുവാൻ ഈ സമൂഹത്തിന് കഴിയണം. ഇല്ലെങ്കിൽ നമ്മൾ അന്തരതാളയിലേക്ക് പോകും എന്ന് മാത്രം ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കൃത്യമായി തന്നെ എല്ലാത്തിനും പ്രമാണമുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രമാണമില്ലാത്ത ഒന്നും തന്നെ അല്ല സംസാരിക്കുന്ന, എല്ലാം പ്രമാണമുണ്ട്. ഇന്നലെ മഹാസമാധി പ്രാപിച്ച ഗുരു മുനി നാരായണ പ്രസാദ് ഗുരു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. ഇന്ന് എന്തെങ്കിലും ഒരു 10 വാക്ക് ഗുരുവിനെ കുറിച്ച് പറയുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുനി ഗുരുവിൻ്റെ പുസ്തകത്തിലൂടെയുള്ള ജ്ഞാനം, അത് സ്വയം ചിന്തിച്ച് എന്നെ ഇതിലേക്ക് എത്തിച്ചു തന്ന എൻ്റെ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം വിജയൻ സാറ്, ഞാൻ ദക്ഷിണ വെച്ച ആചാര്യൻ ശ്രീ പ്രതാപൻ ചേന്തമംഗലം, ഇവർ രണ്ടുപേരുമാണ് ശരിക്കും ഈ ഒരു മാർഗത്തിലേക്ക്, ഈ സത്യമാർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചത്. ഓർക്കാപ്പുറത്ത് എന്നെ സഹായിച്ച ഒരുപാട് അംഗങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഈ ഗുരുസ്തോത്രത്തിൻ്റെ 11ാമത്തെ മന്ത്രമാണ് ഇന്ന് വിചിന്തനം ചെയ്ത് നമുക്ക് നോക്കിയത്. ഈ ഗുരുസ്തോത്രം 14 മന്ത്രങ്ങൾ നമ്മളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി തന്നെ ഏതൊരു ചോദ്യത്തിനും ഉത്തരമുണ്ടാവും. മനുഷ്യനായി പിറന്ന നാരായണൻ എങ്ങനെ ദൈവമായെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും. അതിനുള്ള എല്ലാ തെളിവുകളും ഇന്ന് നമ്മുടെ പക്കലുണ്ട്. എല്ലാവർക്കും നല്ല ചിന്തയുണ്ടാവട്ടെ. നാരായണ ഗുരുവിലേക്ക് എല്ലാ ആത്മജിജ്ഞാസുക്കളും മടങ്ങി വരിക. നടരാജ ഗുരുവിനോട് വളരെ സങ്കടത്തോടെ പറഞ്ഞ ഒരു വാക്കാണ് നമ്മൾ ഓർക്കുന്നത്. നടരാജ ഗുരുവിനോട് ഗുരു പറഞ്ഞത്, നമുക്ക് ഇനി ആരുമില്ലല്ലോ എന്നാണ്. നമുക്കിനി ആരുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഗുരുവിനെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഗുരുപൂജ ചെയ്യുന്ന സമയത്താണ് ആലോചിച്ചത്. അപ്പൊ ഈ ഗുരുപൂജ ചെയ്യുമ്പോൾ എല്ലാവരും ഗുരുവിലേക്ക് എത്തിയെന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് നമ്മുടെ ഈ തത്വത്തെ പ്രചരിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്നാണ്. ശരിക്കും ആ തത്വത്തെ പ്രചരിപ്പിക്കാൻ, ഗുരുവിൻ്റെ തത്വത്തെ പ്രചരിപ്പിക്കാൻ ഇന്ന് ആരുണ്ട് എന്ന് സ്വയം ചിന്തിക്കുക, മടങ്ങുക നാരായണ ഗുരുവിലേക്ക് എന്ന് മാത്രം ഉദ്ബോധിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഭക്തിപൂർവ്വം തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്.